ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ആസ് എ കോർപ്പറേറ്റ് എംപ്ലോയി ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എഴുന്നേറ്റ് ഒരു 5-10 മിനിറ്റ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം ബാൽക്കണി വന്നിരുന്ന് ഒരു അരബോട്ടിൽ വെള്ളം കുടിക്കും. ഇവിടെ എടപ്പള്ളിയിലാണ്, ഒരു പേജിലാണ് സ്റ്റേ ചെയ്യുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു കട്ടൻ ചായ മധുരമൊന്നും ഇടാതെയാണ് തിളപ്പിച്ച് കുടിച്ചു. പിന്നെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. ഇവിടെ അടുത്ത് എടപ്പള്ളിപ്പള്ളിയിലാണ് പോകുന്നത്. മിക്ക ദിവസവും പോകാറുണ്ട് പറ്റുമ്പോഴൊക്കെ. പിന്നെ ചില ദിവസമൊക്കെ ഭയങ്കര മടിയാകുമ്പം പിന്നെ പോകാറില്ല. ഒരു 7 മണിക്കാണ് കുർബാന. 7:45 ആയപ്പോൾ കുർബാന കഴിഞ്ഞു ഞാൻ തിരിച്ചു വരുവാണ്. ഇങ്ങനെ ഈ ഏർലി മോർണിംഗ് വാക്ക് തന്നെ വളരെ ഒരു റിഫ്രഷിങ് ഫീലാണ് നമുക്ക് തരുന്നത്. എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് എൻ്റെ ഇന്നത്തേക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്യുകയാണ്. എനിക്ക് ഓഫീസിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും എല്ലാം അവൈലബിൾ ആണ്. എന്നാലും ഒരു നേരം ഞാൻ ലഞ്ച് മാത്രമേ ഓഫീസിൽ നിന്ന് കഴിക്കാറുള്ളൂ. പിന്നെ ഞാനിവിടെ വീട്ടിൽ വൈകുന്നേരം ഞാനിപ്പോൾ കഴിക്കാറില്ല, കാരണം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് രാവിലെ ഞാൻ പ്രോട്ടീൻ സാലഡാണ് ഉണ്ടാക്കുന്നത്. സവോള, തക്കാളി, റോസ്റ്റഡ് പീനട്ട്, അങ്ങനെ ക്യാരറ്റ്, ലെമൺ ജ്യൂസ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു പ്രോട്ടീൻ സാലഡാണ് കഴിക്കുന്നത്. പിന്നെ അതിനുശേഷം പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ രാവിലെ ഈ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിളികളുടെ ശബ്ദമൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഇതെന്ന് പറയുന്നത് ഭയങ്കര ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഫുഡാണ് രാവിലെ തന്നെ. പിന്നെ ഒരു ഉച്ച വരെ നമുക്ക് വിശക്കുകയില്ല. ഒരു ലിറ്റർ വെള്ളം കുടിക്കും അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ 1 മണിക്കാണ് ഞാൻ ലഞ്ച് കഴിക്കുക. നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് ഡൈനിങ് ടേബിളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്ത് വന്നിരുന്നാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. പുറത്ത് വന്നിരുന്ന് ബാൽക്കണി വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് ബാൽക്കണി വന്നിരുന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് റെഡിയാവാൻ വേണ്ടി പോയി. റെഡിയായിട്ട് ഒരു 9 മണിയാകുമ്പോഴാണ് ഓഫീസിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരെ നമുക്ക് നടക്കാനുള്ളൂ. എല്ലാ ദിവസവും നടന്ന് തന്നെയാണ് പോകുന്നത്. 9 മണി to 6 മണിയാണ് എൻ്റെ ഷിഫ്റ്റ്. പക്ഷേ ഞാൻ 7-8 മണിയാവും തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫീസിലെത്തിയിട്ട് ഇനിയിപ്പം ജോലിയെല്ലാം കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. ഞാൻ അങ്ങനെ എലവേറ്റേഴ്സ് യൂസ് ചെയ്യാറില്ല. സ്റ്റെപ്പ് തന്നെയാണ്. നമുക്ക് വേറെ എക്സസൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റെപ്പ് തന്നെയാണ് എടുക്കാറ്. സ്റ്റെപ്പെല്ലാം കയറി മുകളിലെത്തി വേർത്തിട്ടൊരു 2nd ഫ്ലോറിലാണ് ഓഫീസ് വരുന്നത്. ഒരു പണിയായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം ഒന്ന് ഫ്രഷായി തലമുടിയൊക്കെ ഒന്ന് ചീവിയിട്ടാണ് ഞാൻ ഓഫീസിലേക്ക് പോകുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നേക്കാണ്. ചോറും സാമ്പാറും ചപ്പാത്തിയും വെജിറ്റബിൾ മിക്സ് കറിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഓഫീസിലെ ലഞ്ച് ഭയങ്കര സൂപ്പർ ടേസ്റ്റിയാണ്. നല്ല ഒരു ലഞ്ചാണ്. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു മഞ്ചൊക്കെ കഴിച്ച് വീണ്ടും ഞാൻ ജോലിയിലേക്ക്. ഇന്നത്തെ എൻ്റെ ലാസ്റ്റ് ഫുഡെന്ന് പറയുന്നത് ഈ ഒരു കോഫിയാണ്. ഇതും കൂടെ കുടിച്ച് പിന്നെ 2 ബ്രെഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ വിട്ടുപോയി. അതും കഴിച്ച് ബാക്കി ജോലിയെല്ലാം തീർത്ത് ഞാൻ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ ഒരു 8 മണിയായിട്ടുണ്ടാവും. തിരിച്ച് വീട്ടിൽ എത്തിയിട്ട് ഇനി എന്താ ബാക്കി പരിപാടിയെന്ന് കാണാം. വീട്ടിലെത്തിയിട്ട് ബാഗെല്ലാം വെച്ച് ഞാൻ കുളിക്കാൻ വേണ്ടി പോയി. ആദ്യത്തെ പരിപാടി കുളിക്കുകയാണ്. കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് ഡ്രസ്സെല്ലാം കഴുകാനുണ്ടായിരുന്നു. ഡ്രസ്സെല്ലാം കഴുകി കുളിച്ച് പിന്നെ എല്ലാം ഡ്രസ്സൊക്കെ വിരിച്ചിട്ട് ഡെയിലി നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഒന്നുമില്ല, കുറച്ച് മോയ്സ്ചറൈസറും കുറച്ച് ലിപ് ബാമൊക്കെ ഇടണം. അതൊക്കെയാണ് രാത്രി എൻ്റെ പരിപാടികളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് അലക്കിയിട്ട തുണി മടക്കി വെക്കാനുണ്ട്. പിന്നെ രാത്രി വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. മടുപ്പായിരിക്കും. ഇതെല്ലാം ഡെയിലി റുട്ടീൻസ് എല്ലാം കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ, ഗുഡ് നൈറ്റ്.